ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സുധീഷ് എസ്. തട്ടിപ്പൊളിപ്പൻ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന രസകരമായ വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നതായിരിക്കും. കണ്ടിയിലേക്കുള്ള ഓഫ് റോഡ് യാത്രയാട്ടത്. ഓഫ് റോഡ് യാത്ര ഓക്കെ, എല്ലാവരും ഒന്ന് കാണുക. ഇതേപോലെ തന്നെ ബൈക്കിൽ തന്നെ വരാൻ ശ്രമിക്കാം കേട്ടോ. ബൈക്കിൽ വന്നാൽ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ തൊള്ളായിരങ്ങാടിയിലേക്ക് ഒരു ഓഫ് റോഡ് യാത്രയാണ്. ഭയങ്കര കുത്തനുള്ളൊരു കാറ്റാണിത്. എൻഫീൽഡ് പോലും കാരണം കുറച്ചൊന്ന് പാടുപെടും. നമ്മുടെ ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്ന ആൾ ഉറപ്പായിട്ടും തൊള്ളായിരങ്ങാടിയിലേക്ക് വരുമ്പോൾ ബൈക്ക് എടുത്തിട്ട് വരുക. ഭയങ്കര സൂപ്പറാണ്. ഇതേപോലെ കുറേ ഉണ്ടാ പോവാ, കുറച്ചിട്ടല്ലേ? മോനെ അനക്കൊന്നും ലോകത്തുണ്ടല്ലേ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവില്ല. ശരിക്കും പേടിപ്പെടുന്നില്ല ശരിക്കും അല്ലേ? ഹായ് ഗൈസ്, നമ്മളിപ്പോൾ തൊള്ളായിരങ്ങാടിൻ്റെ ഉള്ളിലാണല്ലേ, ഒരു കാടിൻ്റെ ഉള്ളിലാണല്ലേ. അപ്പോൾ ഇവിടുന്ന് ചെവിടുന്ന ഒച്ചഘട്ടങ്ങൾ ഉറപ്പായിട്ടും പേടിക്കൂ. അതായത് നമ്മളിപ്പോൾ രണ്ടുപേരാണ് ബൈക്കിൽ. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും പേടിക്കൂ, ആരാലും പേടിക്കൂ. ചെവിടുന്ന ഭയങ്കരമായിട്ടുള്ള ശബ്ദം മാത്രം. വേറൊരു മനോഹര പ്ലേസ് കേട്ടോ തൊള്ളായിരങ്ങാടിയിലെ. നമുക്ക് പോകുന്ന ബൈക്ക് കാണാം. ഇത് കാടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കാണാം.
തൊള്ളായിരം കണ്ടിയിലെ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഒരു ബോട്ടൊക്കെ ഉള്ള സവാരി ഉണ്ട് ഇവിടെ. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ അതിൻ്റെ ഉള്ളിൽ പാർക്കുണ്ട്, പിന്നെ വാട്ടർഫാൾസ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സണ്ണിച്ചായ, നമ്മുടെ 900 കണ്ടീൻ്റെ ഓണറാണ്. അപ്പോൾ ഇവരുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 900 കണ്ടിയിൽ ഞാനൊരു റിസോർട്ട് തുടങ്ങിയപ്പം ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് ആവശ്യമുണ്ട്. റൂംസ് മാത്രം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ റൂംസ് മാത്രമല്ല, നമുക്കിവിടെ ഇത്ര സ്ഥലമുള്ളത് കൊണ്ട് മറ്റ് ആക്ടിവിറ്റീസും കൂടെ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്ത് വന്നപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് പബ്ലിക്കിന് വേണ്ടിയുള്ളതെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് വൈറലായി. അതോടൊപ്പം തന്നെ എന്നാൽ പിന്നെ ഇനിയും ആക്ടിവിറ്റീസ് ആകണം എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഇവിടെ പാർക്ക് തുടങ്ങി, പിന്നെ ഇവിടെ ഒരു ബോട്ടിങ് തുടങ്ങി. അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ്, നാച്ചുറലായിട്ടുള്ള പാറകളെയും ഇവിടുത്തെ കേവുകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം ക്രോഡീകരിച്ച് ആൾക്കാർക്ക് പോകാനുള്ള വഴികൾ ഉണ്ടാക്കി. അങ്ങനെ വളരെ നല്ല രീതിയിൽ വീണ്ടും ആൾക്കാർക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഞാനിവിടെ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ എപ്പോഴും രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ 16 ഡിഗ്രിയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് രാത്രി ഞങ്ങൾക്കിവിടെ റൂമിലെ ഫാനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് സെൻട്രലൈസ്ഡ് AC ക്ലൈമറ്റാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് വന്ന് ഇവിടെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവർ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് പ്ലാൻ ചെയ്ത് വന്നാൽ 2 ദിവസം നിന്നിട്ട് പോകുന്ന ഗസ്റ്റുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ ഒരു എൻജോയ്മെൻറ്റാണ് ഞങ്ങൾക്കും വളരെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അവർക്ക് അതുപോലെ തന്നെ നല്ല ഫുഡും ഞങ്ങൾ കൊടുക്കും. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് 250 രൂപ വിലയുണ്ട്. KLFൻ്റെ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് മനസ്സിലായത്. അതിന് 250 രൂപ വിലയുണ്ട്. അതേസമയം 280 രൂപയുടെ പാം ഓയിൽ മേടിച്ചു കഴിഞ്ഞാലും ഇതേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. ഞങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ ഹെൽത്തിലും കോൺഷ്യസ് ആണ്. അപ്പോൾ അവർക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവർ പോയിട്ട് വേറെ ആൾക്കാരെ അവർ പറഞ്ഞു വിടുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും ഒരു ഇൻഡസ്ട്രി തുടങ്ങിയ ഇൻഡസ്ട്രിയെ വളരെ നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെന്നുള്ള വളരെ ഒരു കൃതാർത്ഥത എനിക്കുണ്ട്. താങ്ക് യു വെരി മച്ച്. ഗൈസ്, ഇപ്പം നമ്മൾ കേട്ടത് നമ്മൾ സണ്ണിച്ചായൻ്റെ വാക്കുകളാണ്. അപ്പോൾ സണ്ണിച്ചായ എന്താ പറയുക, കുറേ പൈസയൊക്കെ മുടക്കിയിട്ടാണ് ഈ റിസോർട്ടൊക്കെ തുടങ്ങിയത്. ഈ റിസോർട്ടും ഇവിടെയുള്ള പാർക്കും എല്ലാ കാര്യങ്ങളും. പച്ചയായ മനുഷ്യൻ, നമുക്കറിയാം, പച്ചയായ നമ്മളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യൻ, ഒരു ഓണറാന്നുള്ള ഒരു അഹങ്കാരം ഒന്നും അവരെ മുഖത്തില്ല. ജസ്റ്റ് നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒരു മുണ്ട്, ഒരു ലുങ്കിയൊക്കെ ഇട്ടിട്ടാണല്ലോ ഇവർ. കണ്ടില്ലേ നമ്മുടെ സണ്ണിച്ചായ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ നമ്മൾ എല്ലാ സ്ഥലങ്ങളും കാണിക്കാൻ നമ്മളിങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ അവരെനിക്ക് വാട്ടർഫാൾസ് കാണിച്ചതാണ് പറഞ്ഞത്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ പാർക്കുണ്ട്, പിന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്, അതാണ് മെയിൻ. ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് നമ്മളെല്ലാവരും വന്നിട്ടുണ്ടാവുക. എല്ലാവരും വരുന്നതും അതിനാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്.